ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് 111 ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ പൂർണ്ണമായിട്ടും ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലോ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലോ ഒക്കെ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് എന്നുണ്ടെങ്കിൽ നിയറസ്റ്റ് ഫ്യൂച്ചറിലേക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് നിങ്ങളുടെ ബന്ധത്തിലേക്ക് കടന്നു വരാനായിട്ട് പോകുന്നത്. അതായത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയിൽ നിന്നും എന്തൊക്കെ മാറ്റങ്ങളാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് കടന്നു വരുന്നത്. അപ്പൊ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാനിതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണ് എന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായി കണക്ട് ചെയ്ത് അട്രാക്ട് ചെയ്ത് ക്ലെയിം ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതുമാണ്. അതുപോലെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽസ് റീഡിംഗ് ആണ്. എപ്പോഴാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നത് അപ്പോൾ മുതൽ റെസനേറ്റ് ചെയ്യുന്നതായിരിക്കും. വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഒരു പേഴ്സണൽ റീഡിംഗ് എടുത്ത് നോക്കാവുന്നതാണ്. അതിലൂടെ നല്ലൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും, നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്ന സമയത്ത് നിങ്ങൾ ആ ഒരു സ്നേഹിക്കുന്ന പേഴ്സണെ നന്നായിട്ട് മനസ്സിലേക്ക് ഓർക്കുക. പ്രത്യേകിച്ച് നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ നല്ല നല്ല മൊമെന്റ്സ്, അതുപോലെ ഈ ഒരു വ്യക്തിയുടെ പേര്, ഇവരുടെ മുഖം, ഇതെല്ലാം റിപ്പീറ്റ് ചെയ്ത് മനസ്സിലേക്ക് ഓർത്തുകൊണ്ടേയിരിക്കുക. പോസിറ്റീവായിട്ട് മാത്രം തിങ്ക് ചെയ്യുക. നെഗറ്റിവിറ്റി കാര്യങ്ങൾ ഒന്നും തന്നെ മാക്സിമം ലൈഫിലേക്ക് കണക്ട് ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. The Empress, King of Swords, the Emperor, Five of Swords, Ten of Wands, Seven of Wands, Four of Cups, Ten of Cups, Hermit energy, World energy, Five of Pentacles, Seven of Swords, Four of Wands, Magician, Five of Wands, Page of Wands, Justice, Eight of Wands ആണ്. ബോട്ട് ഓഫ് ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് സിക്സ് ഓഫ് സോർഡ്സ് ആണ്. അപ്പൊ ഇതാണ് ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സ്പ്രെഡിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ ഒരു കറണ്ട് എനർജി നമുക്ക് നോക്കാം. ഇവിടെ നോക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് പുറത്തു നിന്നുള്ള വ്യക്തികളുടെ സ്വാധീനം കാണിക്കുന്നുണ്ട്. തേർഡ് പാർട്ടി എനർജീസ് ഒക്കെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു റിലേഷൻഷിപ്പ് ആണ്, അല്ലെങ്കിൽ അങ്ങനത്തേക്ക് ഒരു ഇൻവോൾവ്മെന്റ് കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്ന റിലേഷൻഷിപ്പ് ആണ്. സ്ട്രഗ്ലിംഗ് ആണ് വന്നിരിക്കുന്നത്. ചീറ്റിംഗ്, ഹൈഡിങ്, വിശ്വാസവഞ്ചന, ട്രസ്റ്റ് ഇഷ്യൂസ്, അതുപോലെ തന്നെ ഒരുപാട് തെറ്റിദ്ധാരണകൾ, ഓൾറെഡി പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും പ്രശ്നങ്ങളല്ലാത്ത കാര്യങ്ങളിലെ തെറ്റിദ്ധാരണകളും കാര്യങ്ങളും എല്ലാം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് നിങ്ങളുടെ ബന്ധത്തിൽ വളരെ സ്ട്രോങ് ആയിട്ട് കാണിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഒരു തുറന്ന സംസാരമില്ലായ്മ, അത് മുഖേനയും റിലേഷൻഷിപ്പിൽ ഒരുപാട് ഒരു അകൽച്ചയ്ക്ക് അത് കാരണമായിട്ടുണ്ട്. അപ്പൊ ആ ഒരു രീതിയിലൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് സാഹചര്യം ഇവിടെ നോക്കുമ്പോൾ കാണിക്കുന്നത്. അപ്പൊ അങ്ങനത്തേക്ക് ഒരു സാഹചര്യം റിലേഷൻഷിപ്പിൽ വന്നിട്ടുണ്ടെങ്കിലും ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, കറണ്ട് എനർജിയിലാണെന്നുണ്ടെങ്കിലും ഒരുപാട് മിസ്സിങ് എനർജി എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ട്ണറെ സാഹചര്യം എന്ത് തടസ്സങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു കുറ്റബോധം നിറഞ്ഞു നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതിന്റെ കൂടെ ഇവിടെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം, നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു ട്രാൻസ്ഫോർമേഷൻ സ്റ്റേജിൽ നിൽക്കുന്ന അവസ്ഥയാണ്. ഒരു പരിപൂർണമായ മാറ്റങ്ങൾ നിങ്ങളുടെ ബന്ധത്തിലേക്ക് കടന്നു വരാൻ പോകുന്നുണ്ട്. പക്ഷേ ആ ഒരു പരിപൂർണമായ മാറ്റങ്ങൾ എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിട്ടായിരിക്കാം, നെഗറ്റീവ് ആയിട്ടായിരിക്കാം. അപ്പൊ എന്താണ് ആ ഒരു മാറ്റങ്ങൾ, അല്ലെങ്കിൽ നിയറസ്റ്റ് ഫ്യൂച്ചറിലേക്ക് ഏത് രീതിയിലുള്ള മാറ്റങ്ങളാണ് നിങ്ങളുടെ ബന്ധത്തിലേക്ക് കണക്ട് ആയിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ സ്പ്രെഡ് എടുത്തിരിക്കുന്നത്. നമുക്ക് എന്തായാലും ഓരോ സ്പ്രെഡുകളായിട്ട് തന്നെ പറഞ്ഞു വരാം.
അപ്പൊ ഇങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ ആണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു അകൽച്ചയിലാണ് നിങ്ങൾ നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഒരു എനർജി ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഇവിടെ വളരെ സ്ട്രോങ് ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ വളരെയധികം പ്രാർത്ഥന കാര്യങ്ങൾ, നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ദൈവിക ശക്തിയിൽ അർപ്പണബോധത്തോടു കൂടി പ്രാർത്ഥനയായിട്ടാണെങ്കിലും വഴിപാടുകളായിട്ടാണെന്നുണ്ടെങ്കിലും ഒക്കെ നിങ്ങൾ ഇങ്ങനെ മുന്നോട്ടേക്ക് പോകുന്ന ഒരവസ്ഥയാണ്. നിങ്ങൾക്ക് തന്നെ ഈ ഒരു സ്ട്രഗിളിംഗ് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഈ ഒരു ദുഃഖകരമായ അവസ്ഥയിൽ നിന്നും സമാധാനപരമായ ഒരു അന്തരീക്ഷത്തിലേക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. ഒരു നീതിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഇതുവരെ കാത്തിരിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു നീതിയുടെ സമയം നിങ്ങളിലേക്ക് എത്തി നിൽക്കുന്ന ഒരവസ്ഥയാണ്. ഇവിടെ വന്നിരിക്കുന്നത് തന്നെ ജസ്റ്റിസ് എനർജിയാണ്. അതുപോലെ നിങ്ങൾ ഈ ഒരു സമയത്ത് എത്രത്തോളം ഈ ഒരു ബന്ധത്തിന്റെ കാര്യത്തിൽ എല്ലാ രീതിക്കും ഒരു സക്സസ്, ഒരു ഹാപ്പിനെസ് അത് തിരിച്ചു കിട്ടാൻ വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടോ, നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ ഇവിടെ വർക്ക് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ മാനിഫെസ്റ്റേഷൻ പോലുള്ള കാര്യങ്ങൾ അതിപ്പോ പ്രാർത്ഥനകളിലൂടെ ആണ് എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ അത് കണ്ടിന്യൂ തന്നെ ചെയ്യുക എന്നുള്ളൊരു ഗൈഡൻസ് ഇവിടെ കാണിക്കുന്നുണ്ട്. അതോടൊപ്പം നിങ്ങൾക്കായിട്ട് യൂണിവേഴ്സ് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ കുറച്ചുകൂടെ നിങ്ങളുടേതായ ഒരു സെൽഫ് ലവിലേക്ക് വരാനായിട്ട് മാക്സിമം ശ്രമിക്കണം. വീണെടുത്ത് തന്നെ കിടക്കാതെ അവിടെ നിന്നും ഒന്ന് ഉയർത്തെഴുന്നേൽക്കുക. നിങ്ങളുടേതായ കാര്യങ്ങളിലേക്ക് കുറച്ചുകൂടെ ഫോക്കസ്ഡ് ആവുക. കാരണം ഏതൊരു സമയത്താണോ നിങ്ങൾ സ്വയം നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങുന്നത്, ആ ഒരു സമയത്താണ് ആർക്കാണെന്നുണ്ടെങ്കിലും പുറത്തു നിന്നുള്ള ഏതൊരു വ്യക്തികൾക്കാണെങ്കിലും ഏതൊരു പോസിറ്റീവ് ആയിട്ടുള്ള എനർജീസ് ആണെന്നുണ്ടെങ്കിലും നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആവുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ സെൽഫ് ലവിലേക്ക് വരണം. അപ്പൊ നമുക്ക് എന്തായാലും ഓരോ സ്പ്രെഡുകളായിട്ട് തന്നെ പറഞ്ഞു വരാം. അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഈ ഒരു അകൽച്ച അല്ലെങ്കിൽ ഈ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലൊക്കെ നിൽക്കുന്ന സാഹചര്യത്തിൽ എന്താണ് നിയറസ്റ്റ് ഫ്യൂച്ചറിലേക്ക് വരാനായിട്ട് പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കിയിരിക്കുന്നത്. ഇവിടെ ആദ്യമേ തന്നെ നമുക്ക് വന്നിരിക്കുന്ന എംപ്രസ് എനർജിയാണ്. യൂണിവേഴ്സൽ മദർ നിങ്ങളുടെ ബന്ധത്തിൽ ഒരു ബ്ലെസ്സിങ് ആയിട്ട് വന്നു കഴിഞ്ഞു എന്നുള്ളതാണ് ഇവിടെ കിട്ടുന്നത്. അത് തന്നെയാണ് ആ ഒരു ജസ്റ്റിസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് നീതി ലഭിക്കുന്ന സമയമാണ്. കാരണം നിങ്ങളുടെ വ്യക്തി എന്തൊക്കെ സാഹചര്യം കൊണ്ട് നിങ്ങളെ മാറ്റി നിർത്തിയവരാണെന്നുണ്ടെങ്കിൽ, അതിപ്പോ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിക്കൊള്ളട്ടെ, തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ വ്യക്തി സാന്നിധ്യങ്ങള്, മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങള്, അവരുടെ ഒരു സ്വാർത്ഥ മനോഭാവത്തോടു കൂടി എന്ത് സാഹചര്യത്തിന്റെ പേരിൽ നിങ്ങളെ മാറ്റി നിർത്തിയവരാണ് എന്നുണ്ടെങ്കിലും ഈ ഒരു സമയം ഏറ്റവും കൂടുതലായിട്ട് അവർ സ്ട്രഗിൾ ചെയ്യുന്നത് നിങ്ങൾ അവരുടെ ലൈഫിൽ ഇല്ലാത്ത ഈ ഒരു അവസ്ഥയാണ്. അതായത് അവർ ആ ഒരു ലോസ് അവരായിട്ട് തന്നെ നഷ്ടപ്പെടുത്തി കളഞ്ഞ ആ ഒരു സാഹചര്യത്തെ ഓർത്ത് ഭയങ്കരമായിട്ട് ഇവിടെ വേദനിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ആ ഒരു സ്ട്രഗിളിങ്ങിലൂടെയാണ് അവരിപ്പോ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ജീവിതത്തില് നിങ്ങളുടെ വ്യക്തിയിലാണെന്നുണ്ടെങ്കിലും ഒരുപാട് മാറ്റങ്ങൾ കാണിക്കുന്നുണ്ട്. ഇവരിൽ മാറ്റങ്ങൾ വന്നിരിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കണ്ണുനീര് കണ്ട് ഇറങ്ങി നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയവരാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള തിരിച്ചടികൾ കാര്യങ്ങളൊക്കെ ലൈഫിൽ ലഭിച്ചിട്ടുണ്ട്. ഇവർ അത്രത്തോളം വിശ്വസിച്ച് നിന്ന കുറേ അധികം വ്യക്തികൾ, ഒരു വ്യക്തികളുടെ എനർജി അല്ല, ഒരുപാട് സിറ്റുവേഷനിൽ നിന്ന് ഇവർക്ക് തിരിച്ചടികൾ ലഭിച്ചിരിക്കുകയാണ്. അത് ചിലവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഫിനാൻഷ്യൽ ലോസ്, ചിലവർക്ക് അപ്രതീക്ഷിതമായി കിട്ടിയിരിക്കുന്ന ചീറ്റിംഗ്, ചതിയിൽ അകപ്പെട്ടിരിക്കുന്നു. നിങ്ങളെ ചീറ്റ് ചെയ്ത് പോയവരാണെങ്കിൽ അവരും ഇപ്പോൾ ഒരു ചതിയിലൊക്കെ അകപ്പെട്ടിട്ടുണ്ട്. അതിലൂടെ ഒരുപാട് ഫൈനാൻഷ്യൽ കാര്യങ്ങളൊക്കെ നഷ്ടങ്ങൾ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഒരു തകർച്ചയിൽ നിൽക്കുന്ന സ്റ്റേജ് ആണ്. അപ്പൊ ഇങ്ങനത്തെയൊക്കെ ഒരു തകർച്ചയിൽ നിൽക്കുന്ന സ്റ്റേജിൽ നിങ്ങളുടെ ഓർമ്മകൾ കാര്യങ്ങളൊക്കെ ഈ ഒരു വ്യക്തിയുടെ മനസ്സിലേക്ക് വന്നിരിക്കുന്നതായിട്ട് കാണാം. അതുപോലെ അവർക്ക് ഒരു സ്വയം തിരിച്ചറിവ്, ഒരു ഏകാന്തമായിട്ടുള്ള യാത്രയിലൂടെയാണ് മുന്നോട്ടേക്ക് പോകുന്നത്. ആ ഒരു ഏകാന്തപരമായ യാത്ര എന്ന് പറയുമ്പോൾ വളരെ സൈലന്റ് ആണ്. തീർത്തും ഒരു കോൾഡ് ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ, ഒരു തണുത്ത് അല്ലെങ്കിൽ ആ ഒരു ഫ്രീസ് ആയിട്ട് നിൽക്കുന്ന സ്റ്റേജ്. അപ്പൊ അങ്ങനത്തെയൊക്കെ ഒരു സ്റ്റേജിൽ കുറ്റബോധം ഭയങ്കരമായിട്ട് നിങ്ങളുടെ വ്യക്തിയെ അലട്ടുന്നതായിട്ട് കാണാം. അവർ സ്വന്തമായിട്ട് തന്നെ അവർ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ അവരുടെ ഹൃദയത്തിലേക്ക് തന്നെ നോക്കി, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഓർത്ത് നിങ്ങളോട് ചെയ്തു പോയിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് ഒരു ഡിപ്രസ്ഡ് സ്റ്റേജ് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു സ്റ്റേജിനൊക്കെല്ലാം ഒരു മാറ്റങ്ങൾ കൊണ്ടുവരാന്, ഈ ഒരു ബന്ധത്തിൽ ആ ഒരു ഘടന, ആ ഒരു സ്ട്രക്ചർ വീണ്ടെടുക്കുക, സത്യസന്ധമായ രീതിയിൽ റിലേഷൻഷിപ്പിൽ പ്രവർത്തിക്കുക, ഈ ഒരു മെന്റാലിറ്റിയോട് കൂടി അവർ സ്വയം അവരെ തന്നെ ഹീൽ ചെയ്യിച്ച് ആ ഒരു ഹീലിംഗ് പാത്തിലൂടെയാണ് ഇപ്പൊ മുന്നോട്ടേക്ക് പോകുന്നത്. അപ്പൊ നിങ്ങൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലുള്ള ചില മാറ്റങ്ങള് നിങ്ങളുടെ വ്യക്തിയിൽ വരുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തിയിൽ വരുന്ന ആ ഒരു മാറ്റങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ബന്ധത്തിന്റെ വഴിത്തിരിവായിട്ട് ഈ ഒരു സ്പ്രെഡിൽ നമുക്ക് വന്നിരിക്കുന്നത്. കാരണം ഇവരുടെ ഒരു രീതികൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇവരൊരു തീരുമാനം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അതിപ്പോ നല്ലതായാലും ചീത്തയാണെങ്കിലും ഇവർ സ്വാർത്ഥതയോട് കൂടി എടുക്കുന്ന തീരുമാനം അതെല്ലാം നല്ലത് തന്നെ ആവണമെന്നില്ല. പക്ഷെ ഇവരുടെ ഒരു രീതികള് അതിൽ തന്നെ അവർ ഉറച്ചു നിൽക്കുന്ന ഒരു മെന്റാലിറ്റിയാണ്. അതായത് ഇവരുടെ ഈഗോ വിട്ട് ഇവർ കളിക്കില്ല.
അപ്പൊ അങ്ങനെയൊക്കെ ഒരു പേഴ്സണാലിറ്റി ആണ്. എന്നാൽ ഈ ഒരു സമയത്ത് അവർക്ക് സ്വയമേ തന്നെ മനസ്സിലാവുന്നുണ്ട് അവർ ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ തെറ്റാണ് എന്നുള്ളത്. അതുപോലെ അവരുടെ സമാധാനം ഇപ്പൊ നഷ്ടപ്പെട്ട് ഇരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, ഓവർ തിങ്ക് വരുന്നുണ്ട്, ആങ്സൈറ്റി വരുന്നുണ്ട്, ഭയങ്കരമായ ഒരു ദേഷ്യം വരുന്നുണ്ട്. പക്ഷെ ഇതൊന്നും പ്രകടിപ്പിക്കാൻ ആരുമില്ല. കാരണം ഇവരുടെ ചുറ്റിനും ആരൊക്കെയാണോ ഉണ്ടായിരുന്നത് അവരിൽ നിന്നൊക്കെ തിരിച്ചടി കാര്യങ്ങളൊക്കെ ലഭിച്ചിരിക്കുന്ന സാഹചര്യം ആയതുകൊണ്ട് ഇവരായിട്ട് കുറെ അധികം സിറ്റുവേഷനിൽ നിന്ന് മാറി നിൽക്കുന്നുമുണ്ട്. അതുപോലെ നിങ്ങളുടെ പേഴ്സന്റെ ഒരു ക്യാരക്ടർ ഉൾക്കൊള്ളാനായിട്ട് ചിലപ്പോൾ എല്ലാവർക്കും പറ്റണം എന്നില്ല. ഇവരുടെ ഒരു ഈഗോ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തതുപോലെ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യണം എന്നില്ല. അപ്പൊ കുറെ പേര് ഇവരിൽ നിന്നാണെങ്കിലും അവരായിട്ട് തന്നെ അവരുടേതായ കാര്യങ്ങളിലേക്ക് മാറിപ്പോയിട്ടുമുണ്ട്. അപ്പൊ നിലവിലെ നിങ്ങളുടെ പേഴ്സന്റെ സാഹചര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഇമോഷൻസ് ഒക്കെ അവർ ഭയങ്കരമായിട്ട് ഹോൾഡ് ചെയ്യാണ്. അപ്പൊ അതൊന്നും എക്സ്പ്രസ് ചെയ്യാനായിട്ടൊരു സ്ഥലമോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ അവർക്ക് സ്വയം മനസ്സിലാവുന്നുണ്ട് സ്വന്തം ലൈഫിൽ അല്ലെങ്കിൽ സ്വന്തം ഒരു സ്വഭാവ രീതികൾക്കൊക്കെ ഒരു മാറ്റങ്ങൾ കൊണ്ടുവരണം. ഒരുപാട് സ്പിരിച്വൽ കണക്ഷനിലേക്ക് നിങ്ങളുടെ വ്യക്തി ഇവിടെ വന്നിരിക്കുന്നതായിട്ട് കാണാം. ഒരുപാട് ട്രസ്റ്റ് കാര്യങ്ങൾക്ക് അവർ അടിമപ്പെട്ടിരിക്കുന്നു. ഇവിടെ അടിമപ്പെടാൻ എന്ന് പറയാൻ കാരണം ഒട്ടും വിശ്വാസങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതിരുന്ന ഒരു പേഴ്സൺ ആണെങ്കിൽ യൂണിവേഴ്സിലേക്ക് സറണ്ടർ ആയിട്ട് നിൽക്കുന്ന സ്റ്റേജ് ആണ്. അതിനെയാണ് ആ ഒരു അടിമപ്പെടൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ അത്രത്തോളം ഒരു വിശ്വാസം കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നു. ലൈഫിൽ തന്നെ ഒരു സമാധാനപരമായ അന്തരീക്ഷം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇതുവരെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരം വേണം. ആ ഒരു പരിഹാരം എന്ന വണ്ണം നിങ്ങളുടെ ബന്ധത്തിൽ തന്നെ ഒരു മാറ്റങ്ങൾ കൊണ്ടുവരിക. അപ്പൊ നിങ്ങൾ ഈ ഒരു സമയത്ത് വളരെ സ്ട്രോങ് ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്ന വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ വളരെയധികം പ്രാർത്ഥനകളിലൂടെ ഒക്കെ മുന്നോട്ടേക്ക് പോകുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ വർക്ക് ആയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. കാരണം നിങ്ങളുടെ എനർജി നിങ്ങളുടെ വ്യക്തിയെ ഭയങ്കരമായിട്ട് നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യിക്കുന്നുണ്ട്. ഒരു അഡിക്ഷൻ പോലെയൊക്കെ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് തോന്നി തുടങ്ങിയിരിക്കുന്ന സാഹചര്യം തന്നെയാണത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചിന്തിക്കുന്ന അതേ പാത്തിലേക്ക് അല്ലെങ്കിൽ അതേ സ്ഥലത്തേക്ക് തന്നെ നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ നോക്കി തുടങ്ങിയിരിക്കുകയാണ്. അപ്പൊ രണ്ടുപേരും ഒരേ സ്ഥലത്തേക്ക് നോക്കി തുടങ്ങിയിരിക്കുന്നത് കൊണ്ടിട്ടാണ് യൂണിവേഴ്സൽ മദറിന്റെ ബ്ലെസ്സിങ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വന്നിരിക്കുന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞത്. അപ്പൊ നിയറസ്റ്റ് ഫ്യൂച്ചറിലേക്ക് തന്നെ ഈ ഒരു ബന്ധത്തിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ നിങ്ങളുടെ വ്യക്തിയിലൂടെ തന്നെ നിങ്ങൾക്ക് അനുഭവിച്ചറിയാനായിട്ട് സാധിക്കും. കാരണം ഇവിടെ വന്നിരിക്കുന്നത് തന്നെ കമ്മ്യൂണിക്കേഷൻ കാർഡ് ആണ്. നിങ്ങളുടെ പേഴ്സൺ ആയിട്ട് തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ, ഒരു കോണ്ടാക്ട് ചെയ്ത് വരാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. ആ ഒരു കമ്മ്യൂണിക്കേഷനിലൂടെ നിങ്ങളുടെ ബന്ധത്തിൽ കടന്നു വരാനായിട്ട് പോകുന്നത് ഒരു സന്തോഷവും സമൃദ്ധിയും തന്നെയാണ്. എല്ലാ രീതിയിലും നിങ്ങളുടെ ആ ഒരു ഹാപ്പിനെസ്, നിങ്ങൾ ഇതുവരെ നിങ്ങൾക്ക് ആ ഒരു സന്തോഷവും കാര്യങ്ങളും ഒന്നും അനുഭവിക്കാൻ സാധിക്കാതെ നിങ്ങൾ ഇങ്ങനെ ഉള്ളിൽ ഒതുക്കി വെച്ച് നിൽക്കുന്ന നിങ്ങളുടെ ഇമോഷൻസ്, അതിപ്പോ സങ്കടം മാത്രമല്ല, നിങ്ങളുടെ ഉള്ളിൽ സന്തോഷിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മനസ്സും ഉണ്ട്. അത് നിങ്ങളിപ്പോ അതങ്ങനെ ഉറഞ്ഞ് അവിടെ നിൽക്കുകയാണ്, അല്ലെങ്കിൽ പുറത്തേക്ക് വരാതെ അതിങ്ങനെ ഫ്രീസ് ആയിട്ട് നിൽക്കുന്ന സ്റ്റേജ് ആണ്. അപ്പൊ അതിനൊക്കെ ഒരു മാറ്റങ്ങൾ വരുന്നുണ്ട്. ഇവരിൽ നിന്നൊരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഒരു നീതി നിങ്ങൾക്ക് ലഭിക്കുന്ന സാഹചര്യമാണ് മുന്നോട്ടേക്ക് കാണിക്കുന്നത്. അപ്പൊ ആ ഒരു നീതി നിങ്ങളിലേക്ക് ലഭിക്കുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലെ ആ ഒരു നഷ്ടപ്പെട്ടു പോയ ആനന്ദം, സന്തോഷം ഇതെല്ലാം നേടിയെടുക്കാനായിട്ട് സാധിക്കും. കാരണം ജീവിതത്തിൽ തന്നെ നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്ട്രഗിളിങ്സ് എത്രത്തോളം ആണോ അത് മറ്റൊരു രീതിയിൽ നിങ്ങളുടെ പേഴ്സൺ ഒരു റിഫ്ലക്ഷൻ പോലെ അല്ലെങ്കിൽ ഒരു മിറർ പോലെ അത് അവർ അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് വീണ്ടും നിങ്ങളെ പ്രപ്പോസ് ചെയ്യാനുള്ള ഒരു മനസ്സ് നിങ്ങളുടെ വ്യക്തിയിൽ വരുന്നുണ്ട്. അതും പൂർണ്ണമായിട്ടുള്ള മാറ്റങ്ങളിലൂടെ. പണ്ടുണ്ടായിരുന്ന ക്യാരക്ടറും വെച്ചിട്ട് വീണ്ടും നിങ്ങളിലേക്ക് വരിക എന്നുള്ളതല്ല. ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ഭയങ്കര ടോക്സിക് ആയിട്ടൊക്കെ ബിഹേവ് ചെയ്യാനുള്ള സാധ്യതകൾ നേരത്തെ ഉണ്ടായിട്ടുണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ ടോക്സിക് എന്ന് പറയുമ്പോൾ ഉപദ്രവിക്കുക എന്നുള്ളത് മാത്രമല്ല, അവരുടെ ക്യാരക്ടർ, അവരുടെ കാര്യത്തിൽ നിങ്ങൾ കൂടുതലായിട്ട് ഇടപെടാനും പാടില്ല. എന്നാൽ നിങ്ങളുടെ എല്ലാ കാര്യത്തിലും അവര് ഓരോ അഭിപ്രായങ്ങളും പറയും, അല്ലെങ്കിൽ അവർ പറയുന്ന രീതിയുടെ അപ്പുറത്തേക്ക് നിങ്ങൾ ചെയ്യാൻ പാടില്ല. അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു റെസ്ട്രിക്ഷൻസോ കാര്യങ്ങളോ ഒക്കെ വെച്ച വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അവർക്ക് അതിനൊക്കെ ഒരു മാറ്റങ്ങൾ വരുന്നുണ്ട്. അതാണ് ആ ഒരു സ്പിരിച്വൽ കണക്ഷനിലേക്ക് അവർ മാറിയിരിക്കുന്നു എന്നുള്ളത് പറയുന്നത്. ജീവിതത്തിൽ അവരിപ്പോ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിലൂടെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ വ്യക്തി പഠിക്കുന്നുണ്ട്. ജീവിതമാകുന്ന പാഠം ഒത്തിരി കാര്യങ്ങൾ അവരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പൊ അങ്ങനെ ഒരു ലേണിംഗ് കാര്യങ്ങളൊക്കെ അവരിൽ വന്നിരിക്കുന്നത് കൊണ്ടും അതിലൂടെ അവർ ഒരുപാട് കാര്യങ്ങൾ തിരിച്ചറിയുന്നത് കൊണ്ടിട്ടുമാണ് കംപ്ലീറ്റ്ലി ഒരു ട്രാൻസ്ഫർമേഷൻ നടന്ന് നിങ്ങളുടെ ബന്ധത്തിലേക്ക് ഒരു മാറ്റം വേണം എന്നുള്ള ഒരു മെന്റാലിറ്റിയിൽ അവർ നിൽക്കുന്നത്. അതാണ് നിങ്ങളുടെ ബന്ധത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആദ്യം പറഞ്ഞിരിക്കുന്ന ട്രാൻസ്ഫർമേഷൻ സ്റ്റേജ്. കാരണം നിങ്ങളുടെ വ്യക്തിയാണെങ്കിലും ഇപ്പൊ ഒരു ഹീലിംഗ് പ്രോസസ്സിലൂടെയാണ് മുന്നോട്ടേക്ക് പോകുന്നത്.
അവരിൽ ഒരുപാട് മാറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അവരിലെ മാറ്റങ്ങളാണ് നിങ്ങളുടെ ബന്ധത്തിന്റെ വഴിത്തിരിവായിട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ട്രാൻസ്ഫർമേഷൻ സ്റ്റേജിലൂടെയാണ് ഇത് കടന്നു പോകുന്നത്. ഈ ഒരു ട്രാൻസ്ഫർമേഷൻ സ്റ്റേജിലൂടെ മുന്നോട്ടേക്ക് പോകുന്ന ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ആ ഒരു പ്രാർത്ഥനകൾ, നിങ്ങളുടെ വിശ്വാസം, നിങ്ങളുടെ ട്രസ്റ്റ് നിങ്ങൾ ഒരു രീതിയിലും ആ ഒരു ഹോപ്പ്, പ്രതീക്ഷ കൈവിടാതെ മുന്നോട്ടേക്ക് പോകണം. കാരണം നിങ്ങൾ എടുക്കുന്ന ആ ഒരു റിസ്കിനാണ് നിങ്ങൾക്ക് ഈ റിസൾട്ട് വരുന്നത്. അപ്പൊ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക, എനർജി ലോസ് ആയി പോവരുത്. മുന്നോട്ടേക്ക് പോസിറ്റീവായിട്ട് തന്നെയുള്ള മെന്റാലിറ്റിയിൽ നിങ്ങൾ പോവുക. കാരണം ഇവർ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സത്യസന്ധമായ രീതിയിൽ അല്ലെങ്കിൽ നീതിപൂർവ്വം പ്രവർത്തിക്കാൻ തയ്യാറായും അതുപോലെ തന്നെ നഷ്ടപ്പെട്ടു പോയ നിങ്ങളുടെ ബന്ധത്തിന്റെ ഘടന വീണ്ടെടുക്കാനും തയ്യാറായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഇനിയും ഈ ഒരു ഭാരം അല്ലെങ്കിൽ ഈ ഒരു കുറ്റബോധം അതും പേറി മുന്നോട്ടേക്ക് പോകാനായിട്ട് സാധിക്കുകയില്ല എന്നുള്ളത് അവരിൽ തന്നെ ഒരു മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇതുവരെ അവർ നിങ്ങളുടെ ബന്ധത്തിന് വേണ്ടി കാര്യമായിട്ട് എഫേർട്ട് എടുക്കുകയോ പ്രവർത്തിക്കുകയോ ഒന്നും തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ചിലപ്പോൾ മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് നിങ്ങളെ വിലയിരുത്തിയ വ്യക്തികളും ഇതിനകത്ത് ഉണ്ടാകും. കാരണം ഇവിടെ നമുക്ക് പുറത്തു നിന്നുള്ള വ്യക്തികളുടെ സാന്നിധ്യമൊക്കെ കാണിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ നിങ്ങളെ മനസ്സിലാക്കാതെ നിങ്ങളെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്ത് ആ ഒരു തെറ്റിദ്ധാരണകളൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു സാഹചര്യം ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഒരു സമയത്ത് ഈ ഒരു ഗ്യാപ്പ് അല്ലെങ്കിൽ ഈ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് അവർ നിങ്ങളെ മനസ്സിലാക്കാനും കൂടി എടുക്കുന്ന ഒരു സമയമാണ്. അവർക്ക് ഒരുപാട് കാര്യങ്ങൾ തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. താൻ ചിന്തിച്ചു കൂട്ടിയ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് വിശ്വസിച്ച കാര്യങ്ങൾ ഒന്നും തന്നെ പൂർണ്ണമായിട്ടും സത്യമല്ലല്ലോ എന്നുള്ളൊരു തിരിച്ചറിവ് അവരിൽ വന്നിരിക്കുന്നത് കൊണ്ടിട്ട് അവരിപ്പോ ഏത് സാഹചര്യത്തിലാണെന്നുണ്ടെങ്കിലും ചുറ്റിനും എന്തൊക്കെ രീതിയിലുള്ള ഹാപ്പിനെസ് അവരിൽ നിൽക്കുന്നുണ്ടെങ്കിലും ആ ഒരു ഹാപ്പിനെസ് ഒന്നും തന്നെ ആസ്വദിക്കാനായിട്ട് നിങ്ങളുടെ പേഴ്സണ് സാധിക്കുന്നില്ല. മനസ്സ് മുഴുവനും നിങ്ങളിലേക്ക് തന്നെയാണ് ഉടക്കി നിൽക്കുന്നത്. അപ്പൊ ആ ഒരു ഒരുമിച്ച് കണ്ട സ്വപ്നങ്ങളെ വീണ്ടും പൂവണിയാനായിട്ട് അല്ലെങ്കിൽ പൂവണിയിക്കാനായിട്ട് അവർ കടന്നു വരുന്ന ഒരു അവസ്ഥയാണ്. എല്ലാ രീതിയിലും സന്തോഷകരമായ ഒരു പരിസമാപ്തി തന്നെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കടന്നു വരുന്നത്. ഇവിടെ 10 of cups ആണെങ്കിലും വേൾഡ് എനർജി ആണെന്നുണ്ടെങ്കിലും ആ ഒരു നിറഞ്ഞ സ്നേഹം, വൈകാരികപരമായിട്ട് നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള ആ ഒരു സന്തോഷകരമായ അല്ലെങ്കിൽ സമാധാനപരമായ ഒരു അന്തരീക്ഷത്തിലേക്കാണ് നിങ്ങളുടെ ജീവിതം മാറുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണോ നിങ്ങളുടെ വ്യക്തി നിങ്ങളിൽ നിന്ന് ഹൈഡ് ചെയ്ത് വെച്ചിരുന്നത്, മറച്ചു വെച്ചിരുന്നത്, ആ ഒരു കാര്യങ്ങളെല്ലാം തന്നെ അവർക്ക് തന്നെ വിനയായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഒരു വിനയായിട്ട് അവർക്ക് മാറിയിരിക്കുന്നത് കൊണ്ടും അവർ ഒരുപാട് ആ ഒരു കാര്യങ്ങളിൽ സ്ട്രഗിൾ ചെയ്യുന്നത് കൊണ്ടിട്ടും എത്ര റിസ്ക് എടുത്തിട്ടാണെന്നുണ്ടെങ്കിലും എല്ലാം ഒന്ന് നിങ്ങളോട് സംസാരിക്കണം, തുറന്ന് തന്നെ സംസാരിക്കണം. അതിപ്പോ നിങ്ങൾക്ക് അറിയണ്ടാത്ത കാര്യങ്ങളാണെങ്കിൽ പോലും അവർ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ മനസ്സ് തുറന്നൊന്ന് സംസാരിക്കണം. അവർക്കൊന്ന് സ്വയം ഹീൽ ആവണം. ഒരുപാട് ഹീലിങ്ങിലൂടെയാണ് അവർ മുന്നോട്ടേക്ക് പോകുന്നത് എന്നുണ്ടെങ്കിൽ പോലും നിങ്ങളോട് സംസാരിക്കുക എന്ന് പറയുമ്പോഴാണ് അവിടെ പൂർണ്ണത വരുന്നത്. അപ്പോഴാണ് അവർക്കാണെങ്കിൽ ഒരു നീതി ലഭിക്കുകയുള്ളൂ എന്നുള്ളതും അതുപോലെ നിങ്ങളുടെ ബന്ധത്തിൽ ഒരു നീതിപൂർവ്വം അവർക്ക് പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതും അവർ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരു തുറന്ന സംസാരത്തിനായിട്ട് അവർ ആഗ്രഹിക്കുന്നത്. ഇവിടെ വന്നിരിക്കുന്നത് തന്നെ ഒരു കമ്മിറ്റ്മെന്റ് എനർജിയാണ്, അതുപോലെ തന്നെ ഒരു മാനിഫെസ്റ്റേഷൻ എനർജിയാണ്. നിങ്ങളെപ്പോലെ നിങ്ങളുടെ വ്യക്തിയും ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി ഇപ്പോൾ സ്ട്രോങ് ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റോ കാര്യങ്ങളോ ഒന്നും തരാതെ നിങ്ങളുടെ ബന്ധത്തിൽ നിന്നും മാറി നിന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ആ ഒരു കമ്മിറ്റ്മെന്റ് ഒക്കെ നിങ്ങൾക്ക് നൽകിയിട്ട് നിങ്ങളുമായിട്ട് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ബോണ്ടിങ് വേണം എന്നുള്ളൊരു മെന്റാലിറ്റിയാണ് അവരിലുള്ളത്. അപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് അവർ നിയറസ്റ്റ് ഫ്യൂച്ചറിലേക്ക് നിങ്ങളിലേക്ക് കടന്നു വരുന്നത്. അപ്പൊ ഈ ഒരു പ്രോസസ്സിങ്ങിലൂടെയാണ് നിങ്ങളുടെ ബന്ധം ഇപ്പൊ മുന്നോട്ടേക്ക് പോകുന്നതും അതുപോലെ തന്നെ ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് ഉടനെ തന്നെ നിയറസ്റ്റ് ഫ്യൂച്ചറിലേക്ക് കടന്നു വരാൻ പോകുന്നതും. ചിലവരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷനിലേക്ക് വന്നിട്ട് ചിലപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ ലഭിക്കാൻ സാധ്യതകളുണ്ട്. മറ്റ് ചിലവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആ ഒരു സ്റ്റേജിലൂടെ കടന്നു പോകുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് റെസൊനേറ്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവായിട്ട് നിങ്ങൾ ആ ഒരു ഉറച്ച വിശ്വാസത്തോടു കൂടി തന്നെ മുന്നോട്ടേക്ക് പോവുക. കാരണം വരുന്ന ഏതാനും മാസങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ ദിവസങ്ങൾക്കുള്ളിൽ നിയറസ്റ്റ് ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ ഒരുപാട് കാലങ്ങൾക്ക് ശേഷമല്ല, വളരെ സമീപ ഭാവിയിൽ തന്നെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സംഭവിക്കുന്നത്. ഓൾറെഡി നിങ്ങളുടെ സ്റ്റേജ് എന്ന് പറയുന്നത് തന്നെ ഒരു പരിവർത്തനം സ്റ്റേജ് ആണ്.
ഒരുപാട് വേദനകളിലൂടെ കടന്നുപോയിട്ട് ഈ ഒരു സമയത്ത് നിങ്ങൾക്കിപ്പോ വേദനകളല്ല നിങ്ങൾക്ക് വരുന്നത്. നിങ്ങൾ കംപ്ലീറ്റ്ലി ഇപ്പൊ ഒരു ഫീലിങ്സും വരാതെ നിൽക്കുന്ന സ്റ്റേജ് ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വേദന വരുന്നില്ല, വിഷമിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിഷമങ്ങളാണ് ലൈഫിൽ നിൽക്കുന്നത്. പക്ഷെ നിങ്ങൾക്കത് കരച്ചിലായിട്ട് പുറത്തേക്ക് വരുന്നില്ല, ചിരിയായിട്ട് പുറത്തേക്ക് പല കാര്യങ്ങൾ നടക്കുമ്പോൾ അത് വരുന്നില്ല, ഒന്നും നിങ്ങൾക്ക് വരുന്നില്ല. കംപ്ലീറ്റ്ലി നിങ്ങൾ ഒരു ഫ്രീസ് ആയിട്ടിരിക്കുക എന്ന് പറയുമ്പോഴേക്കും ആ ഒരു തണുത്ത് ഉറഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥ. അങ്ങനത്തെ ഒരു സ്റ്റേജ് ആണ് എന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് ഈ ഒരു എനർജി അട്രാക്റ്റ് ആവാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളോട് യൂണിവേഴ്സ് ആദ്യമേ ഞാൻ പറഞ്ഞതുപോലെ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നിങ്ങൾ അങ്ങനെ ഭയങ്കരമായിട്ട് ഡൗൺ ആയിട്ട് നിൽക്കാതെ നിങ്ങളുടെ എനർജിയെ നിങ്ങളൊന്ന് ഇൻക്രീസ് ചെയ്യണം. അതിന് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന വ്യക്തികളാണെന്നുള്ളത് ഓൾറെഡി സ്പ്രെഡിൽ വന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു മാനിഫെസ്റ്റേഷൻ എന്ന് പറയുമ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരിക എന്നുള്ളത് മാത്രമല്ല, നിങ്ങൾ ആ ഒരു സ്പിരിച്വൽ കണക്ഷനിലേക്ക് അല്ലെങ്കിൽ ആ ഒരു യൂണിവേഴ്സൽ മദറിനെ വിശ്വസിച്ച് നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങളുടേതായ സെൽഫ് ലവ്, നിങ്ങൾ സ്വയം നിങ്ങളെ തന്നെ സ്നേഹിക്കാൻ ശ്രമിക്കുക. പിന്നീട് ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരുമ്പോൾ അവരായിട്ട് എന്തായാലും ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തും. ആ ഒരു സമയത്ത് അവരോട് തന്നെ നിങ്ങളൊന്ന് തുറന്ന് സംസാരിക്കുക. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ അടക്കി വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോൾ ഇവരോട് ചോദിക്കാനുണ്ടായിരിക്കും, പറയാനുണ്ടായിരിക്കും. അതെല്ലാം നിങ്ങളൊരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളൊക്കെ നടത്തുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ രീതിയിലുള്ള നീതി തന്നെയാണ് ലഭിക്കുന്നത്. അതിലൂടെ നിങ്ങൾക്കൊരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ അല്ല ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾ ആ ഒരു തുറന്ന സംസാരത്തിലൂടെ നിങ്ങൾക്ക് നീതി ലഭിക്കുന്ന അവസ്ഥ തന്നെയാണ്. പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റങ്ങൾ തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. അതൊന്ന് നിങ്ങൾ ഓർത്ത് വെക്കുക ഈ ഒരു സമയത്ത്. അപ്പൊ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് ഉടനെ തന്നെ കടന്നു വരുന്ന കാര്യങ്ങളായിട്ട് നമുക്കിവിടെ കിട്ടുന്നത്. ഈ ഒരു വ്യക്തി ഏതൊക്കെ സാഹചര്യത്തിൽ നിങ്ങളിൽ നിന്ന് മാറി നിന്നവരാണെന്നുണ്ടെങ്കിലും ഈ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ നിങ്ങൾ നിൽക്കുന്നവരാണെങ്കിൽ, ഇപ്പൊ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിക്കൊള്ളട്ടെ, മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ ആയിക്കൊള്ളട്ടെ, എന്ത് സാഹചര്യം ആണെന്നുണ്ടെങ്കിലും അവരുടെ ലൈഫിൽ അവർ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി കടന്നു പോകുന്ന സ്റ്റേജ് ആയതുകൊണ്ട് തന്നെയാണ്. അതുപോലെ നിങ്ങളുടെ പ്രാർത്ഥന അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അപ്പൊ അവരിൽ ആ ഒരു ക്യാരക്ടറിൽ പോലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രാർത്ഥന തന്നെയാണ് അതിന്റെ മെയിൻ കാരണം. അപ്പൊ ഇതൊക്കെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് നിയറസ്റ്റ് ഫ്യൂച്ചറിലേക്ക് നിങ്ങളുടെ വ്യക്തിയിലൂടെ കടന്നു വരുന്ന മാറ്റങ്ങളായിട്ട് കാണുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് റിഫ്ലക്റ്റ് ആവാനായിട്ട് പോകുന്നത്. അപ്പൊ ഇതാണ് നമുക്ക് റീഡിംഗ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു റീഡിംഗുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് ക്ലൂസ് കൂടെ നമുക്ക് ഈ ഒരു സമയം നോക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയിട്ടും നിങ്ങളുടെ പേഴ്സൺ ആയിട്ടും ക്ലൂസ് കൂടെ എത്രത്തോളം കണക്റ്റഡ് ആണ് എന്നുള്ളത് ചെക്ക് ചെയ്യുക. ക്ലൂസ് മാത്രമല്ല, ഇതിൽ വന്നിരിക്കുന്ന എനർജീസും സിറ്റുവേഷൻസും അത് നിങ്ങൾ മെയിൻ ആയിട്ട് ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ്. 32 N എന്നൊരു ലെറ്റർ, V എന്നൊരു ലെറ്റർ, ഉത്രം, ട്രിവാൻഡ്രം, നവംബർ, 44 മകം, നവംബർ എഗെയിൻ വന്നിട്ടുണ്ട്, തൃക്കേട്ട, ചിത്തിര, 25 R എന്നൊരു ലെറ്റർ, 10 എന്നൊരു നമ്പർ വന്നിട്ടുണ്ട്. നിങ്ങൾക്കത് 10 days ആയിട്ട് എടുക്കാം. 10 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് മാറ്റങ്ങൾ ചിലവരുടെ കാര്യത്തിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയാനും സാധിക്കും. 1993 അവിട്ടം, കാർത്തിക, ലിബ്ര, കണ്ണൂർ എന്നൊരു ഡിസ്ട്രിക്റ്റ് വന്നിട്ടുണ്ട്, 22 M എന്നൊരു ലെറ്റർ, M again വന്നിട്ടുണ്ട്, H എന്നൊരു ലെറ്റർ, ലാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് 1990 ആണ്. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു ക്ലൂസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ക്ലൂസ് മാത്രമല്ല, എനർജീസ്, സിറ്റുവേഷൻസ്, നിങ്ങളുടെ പേഴ്സന്റെ ഒരു ക്യാരക്ടർ എല്ലാം വെച്ച് കണക്ട് ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് റെസനേറ്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സമയം ഈ ഒരു എനർജിയെ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തന്നെ അട്രാക്ട് ചെയ്യാം. അതോടൊപ്പം ആ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിനായിട്ട് യൂണിവേഴ്സിനോട് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാവുന്നതുമാണ്. തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് കാര്യങ്ങളൊക്കെ ഉള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി റിമൂവലിനായിട്ട് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാം. അപ്പോൾ വീണ്ടും നമുക്ക് നാളെ നല്ലൊരു റീഡിംഗുമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.